ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 7ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രഞ്ജീസ് മാജിക് ബാറ്റ് എന്ന ലെസനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ലെസൺ അല്ല മറ്റേതെങ്കിലും ലെസനാണ് പഠിക്കണതെങ്കിൽ നേരെ പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി. അവിടെ ഓരോ ക്ലാസ്സിനും 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകൾക്കും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതത് ക്ലാസ്സിലെ ലെസൺ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഒന്ന് വായിക്കാം. Have you participated in a school cricket match or a similar sports event? നിങ്ങൾ സ്കൂൾ ക്രിക്കറ്റ് മാച്ചിന് ഇതുവരെ പങ്കെടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ അതുപോലെയുള്ള ഫുട്ബോളോ മറ്റേതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഓർ എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇത് ശരിക്കും ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ. നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. രഞ്ജീസ് മാജിക് ബാറ്റ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെസണാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ക്രിക്കറ്റുമായി റിലേറ്റഡ് ആണ്. ഇതിൻ്റെ തീമായിട്ട് വരുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഇത് എഴുതിയിട്ടുള്ളത് ഫേമസ് റൈറ്റർ ആയിട്ടുള്ള റസ്കിൻ ബോണ്ടാണ്. സോ നമുക്ക് നോക്കാം. ദ സ്കോർ സ്റ്റുഡ് അറ്റ് 53 ഫോർ 4 വിക്കറ്റ്സ്. ഇപ്പോൾ സ്കോർ എത്രയാണ്? 53. 4 വിക്കറ്റ്സ് ഡൗൺ ആണ്, 4 വിക്കറ്റ് പോയി. ഓക്കെ, 53 റൺസിന് 4 വിക്കറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ടീമുള്ളത്. അനദർ 60 റൺസ് ഹാഡ് ടു ബി മെയ്ഡ് ഫോർ വിക്ടറി. വിജയിക്കാൻ ഇനി 60 റൺസ് കൂടെ വേണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 60 കൂടെ വേണം. ഓക്കെ, ഇപ്പോൾ നിലവിൽ സ്കോർ ബോർഡ് ഒരു ക്രിക്കറ്റ് മാച്ചാണ് പറയുന്നത്. നിലവിൽ സ്കോർ ബോർഡ് 53 റൺസിന് 4 വിക്കറ്റാണ്. ഇനി 60 റൺസ് കൂടെ അധികം വേണം വിജയിക്കാൻ. രഞ്ജി ആണ് ഇതിലെ പ്രൊറ്റാഗനിസ്റ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ക്യാരക്ടർ. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള രഞ്ജി എന്ന ബോയാണ്. സോ രഞ്ജി വാസ് അറ്റ് ദ ക്രീസ്. ക്രീസ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ നിൽക്കുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ കണ്ടോ ഈ റെഡ് കളറുള്ള? സോ ഇതാണ് രഞ്ജി നിൽക്കുന്ന ആ സ്ഥലമാണ് ക്രീസ്. ശരിക്കും അവിടെ ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ടുണ്ടാവും കേട്ടോ, വൈറ്റ് കളറുള്ളത്. ഇവിടെ ഇപ്പോൾ പിക്ചറിലില്ല, നിങ്ങൾ ക്രിക്കറ്റ് കാണുന്നവർക്ക് അറിയാം. സോ രഞ്ജിയാണ് ക്രീസിലുള്ളത്. ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിംഗ് ഓർഡർ. ഇപ്പോൾ ക്രിക്കറ്റിൽ ബാറ്റിംഗ് ഓർഡർ, ബൗളിംഗ് ഓർഡർ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ബാറ്റ്സ്മാൻ്റെ ഒരു ലിസ്റ്റ്. ഇപ്പോൾ 11 പ്ലെയേഴ്സാണുള്ളത്. അപ്പോൾ അതിലൊരാൾ വിക്കറ്റ് കീപ്പറും ആണ്, ബാക്കി ബാറ്റ്സ്മാനും ബൗളേഴ്സും ആണ് ഉള്ളത്. ചില ആൾക്കാർ ഓൾറൗണ്ടേഴ്സ് ആയിട്ടുണ്ടാവും, 1-2 കളിക്കാരൊക്കെ, അതായത് ബാറ്റും ചെയ്യും ബൗളും ചെയ്യും, അങ്ങനത്തെ ഓൾറൗണ്ടേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാറ്റ്സ്മാൻ, അതായത് ബാറ്റിങ്ങിനായിട്ട് സെലക്ട് ചെയ്ത കളിക്കാരിലെ അവസാനത്തെ ആളായിരുന്നു രഞ്ജി. ഓക്കെ, അതായത് ബാക്കിയുള്ള വിക്കറ്റൊക്കെ താഴെ വീണു പോയി. താഴെ വീണു പോയി എന്നല്ല, വിക്കറ്റ്സ് എല്ലാം വീണു. ഓക്കെ, ഇനി ദ റെസ്റ്റ് വേ ബൗളേഴ്സ്, ബാക്കിയുള്ള ആൾക്കാരോ ബൗളേഴ്സാണ്. രഞ്ജി മാത്രമാണ് ഇപ്പോൾ ഒരു അംഗീകൃത ബാറ്റ്സ്മാനായിട്ടുള്ളത് ടീമിൽ ഇപ്പം നിലവിലുള്ളത്. ബാക്കി എല്ലാവരും എന്തായി? ഔട്ടായി പോയി. They couldn't be expected to score many runs. അതായത് രഞ്ജി ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞാൽ ശേഷം വരുന്നത് ബൗളേഴ്സാണ്. ഒരു ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. സോ രഞ്ജി ഔട്ടായി കഴിഞ്ഞാൽ പിറകെ വരുന്നവർ ബൗളേഴ്സാണ്. അവർക്ക് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ജസ്പ്രീത് ബുംറ നല്ലൊരു ബൗളറാണല്ലേ, പക്ഷേ ബാറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്താണ്, ബാറ്റ്സ്മാനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം റൺസ് സ്കോർ ചെയ്യാൻ. ബൗളേഴ്സിൻ്റെ കടമ വിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ്. സോ ബാക്കി നോക്കാം. ദ ഫേറ്റ് ഓഫ് ഹിസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. രഞ്ജിയുടെ ടീമിൻ്റെ ഫേറ്റ്, ഈ എന്താ പറയുക, വിധി ഇവൻ്റെ കൈകളിലാണെന്ന് പറഞ്ഞാൽ ഇവൻ വേണം റൺസ് അടിച്ച് ജയിക്കാൻ. ഹിസ് ടീം ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. ഇവൻ്റെ ടീമിലുള്ളവർക്കൊക്കെ ഇവനെ ഭയങ്കര വിശ്വാസമാണ്, വിശ്വാസമാണ്. കാരണം ഇവൻ സ്കോർ ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബിക്കോസ് എന്താ കാരണം? ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ചസ്. അവർ ടീമിൻ്റെ ഒരുപാട് കളികളിൽ രഞ്ജി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള രഞ്ജി നല്ലൊരു പ്ലെയറാണ്. അവൻ്റെ ടീമിലിപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 53 റൺസിന് 4 വിക്കറ്റ് പോയി. ഇനി ഇവനെയാണ് ആകെയുള്ള പ്രതീക്ഷ. ഇവൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ടീമിന് ജയിക്കാൻ കഴിയില്ല, കാരണം ബാക്കി വരുന്നതൊക്കെ ബൗളേഴ്സാണ്. സോ നെക്സ്റ്റ് നോക്കാം പാരഗ്രാഫ്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ശരിക്കും നോക്കി നമുക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താറുണ്ട്. ഇപ്പോൾ ബാറ്റ്സ്മാൻ ആദ്യമായിട്ട് ക്രീസിലൊക്കെ വരുമ്പം അമ്പയറോട് ഇങ്ങനെ ചോദിച്ചിട്ട് ബാറ്റ് നേരെ വെച്ചിട്ട് അവരെ പൊസിഷൻ ശരിയാക്കാൻ വേണ്ടി നിർത്തുന്ന ഈ ഒരു നൃത്തത്തിനാണ് ടേക്കിംഗ് ഗാർഡ് എന്ന് പറയാം കേട്ടോ. ടെക്നിക്കലി അങ്ങനെയാണ് ആ ഒരു പേര് പറയാറുള്ളത്, ടെക്നിക്കൽ ടേമാണ്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ്. The tall fast bowler came down on his long run-up and hurled the ball at Ranji's stumps.
അപ്പോൾ ഒരു ഫാസ്റ്റ് ബോളറാണ് ബോൾ ചെയ്യുന്നത്. നമുക്കറിയാം സ്പിൻ ബോളേഴ്സിനെ അപേക്ഷിച്ചിട്ട് പൊതുവേ ബാറ്റ്സ്മാന് എന്താണ് ഈ വേഗത്തിൽ വരുന്ന ബൗളേഴ്സിന് അല്പം പേടിയുണ്ടാവും. സോ നല്ല ടോളായിട്ടുള്ള നല്ല നീളമുള്ള ഒരു ബൗളറാണ് ഉള്ളത്. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, നേരെ റണ്ണപ്പൊക്കെ എടുത്ത് ഓടി വരികയാണ്. ആൻഡ് ഹേൾഡ് ദ ബോൾ. ഹേൾ എന്ന് പറഞ്ഞാൽ ത്രൂ, ശക്തിയായിട്ട് പിന്നെ എറിയുക. ത്രൂ വിത്ത് ഗ്രേറ്റ് ഫോഴ്സ് എന്നാണ്. അതായത് ശക്തിയായിട്ട്, ഹേൾഡ് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് എറിഞ്ഞു. ദ ബോൾ അറ്റ് രഞ്ജി സ്റ്റംസ്. സ്റ്റംസ് നമുക്കറിയില്ല, ബാക്കിലുള്ള 3 സ്റ്റംസ് പിന്നെ നമ്മുടെ ബാറ്റ്സ്മാൻ്റെ പിറകിലുള്ള. സോ അതിലേക്ക് ശക്തിയായിട്ട് എറിയാണ്. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ്. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മൂവ് ചെയ്യുക മുമ്പിലേക്ക്. എ സഡൻ ഫോർവേഡ് ത്രസ്റ്റ് ഓഫ് ബോഡി. ശരീരം മുമ്പിലേക്ക് ചായുക. അതായത് മുമ്പിലേക്ക് നീങ്ങിയിട്ട് പിന്നെ ബാറ്റ്സ്മാൻ എന്ത് ചെയ്യും, പിന്നെ ക്രിക്കറ്റിൽ പിന്നെ ബാറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ക്രീസിൽ അവിടെ തന്നെ നിന്നല്ല കളിക്കുന്നത്. ചിലപ്പോൾ ബാക്കിലേക്ക് പോകും, ബാക്ക് ഫുട്ടിൽ കളിക്കും, ചിലപ്പോൾ മുമ്പിലേക്കൊന്ന് കയറും, അതിനെ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വശങ്ങളാണ്. സോ രഞ്ജി എന്താണ്, മുന്നോട്ട് ആഞ്ഞ് കളിക്കുകയാണ്. ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. ബൗളറിനെ നേരത്തെ അടിക്കാനാണ് ശ്രമം. ബട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, അപ്പോൾ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ വേണ്ടി നോക്കി, മുന്നിലേക്ക് ചാഞ്ഞ് കളിക്കാൻ നോക്കി, പക്ഷെ പെട്ടെന്ന് അവൻ തീരുമാനം മാറ്റി. ലാസ്റ്റ് മൊമെൻറ്റ് ഹി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. രഞ്ജി അവൻ്റെ മനസ്സത് മാറ്റി. ആൻഡ് സ്റ്റെപ്ഡ് ബാക്ക്, പിറകിലേക്ക് നിന്നു. ഇൻറ്റെൻഡിങ് ടു പുഷ് ദ ബോൾ ത്രൂ ദ റിംഗ് ഓഫ് ഫീൽഡേഴ്സ് ഓൺ ദ ഓഫ് സൈഡ്. ഓഫ് സൈഡിലേക്ക് ഫീൽഡേഴ്സിൻ്റെ റിങ് സർക്കിൾ ഉണ്ട്, അതിലൂടെ അടിക്കാനാണ്. അതിൻ്റെ ഇടയിലൂടെ ആ ഗ്യാപ്പിലൂടെ അടിക്കാൻ വേണ്ടി അവൻ നോക്കി. അപ്പോൾ ക്രിക്കറ്റിൽ എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ടൈമിങ്, ഫുട്ബോളിലാണെങ്കിൽ ക്രിക്കറ്റാണെങ്കിൽ ഏത് സ്പോർട്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ടൈമിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല ബൗളർ ബൗൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ബാറ്റ്സ്മാൻ ആകെ കൺഫ്യൂഷനാവും, ഇത് ഫ്രണ്ട് ഫുട്ട് കളിക്കണോ ബാക്ക് ഫുട്ട് കളിക്കണോ. സോ അതുപോലെ എന്താണ്, ഇവനാകെ ഒരു കൺഫ്യൂഷനായി. ആദ്യം മുന്നോട്ട് ചാഞ്ഞ് കളിക്കാൻ കരുതി, പിന്നെ പിറകിലേക്ക് പിന്നെ ബാക്ക് ഫുട്ടിലേക്ക് വന്നു. സോ ഈ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് പിക്ചറെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വലങ്കയം ബാറ്റ്സ്മാനാണ്, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനാണ്. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അവിടെ എഴുതിയിട്ടുണ്ട് ഓഫ് സൈഡ് ഏത് ഭാഗത്താണെന്നുള്ളത്. ഈ ഓഫ് സൈഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഓൺ സൈഡ് എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് ഓഫ് സൈഡ്, അപ്പുറത്തെ സൈഡ് ഓൺ സൈഡ്, അല്ലെങ്കിൽ ലെഗ് സൈഡ് എന്ന് പറയും, ലെഗ് സൈഡ് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇത് വലങ്കൈ ബാറ്റ്സ്മാൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് ഇടങ്കയൻ ബാറ്റ്സ്മാൻ വരിക, ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാന് വരിക. സോ ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ചില ഗേൾസൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല. ഇനി ബോയ്സിന് തന്നെ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊന്നും ഇത് അറിയാൻ ചാൻസ്, അതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം. ഓക്കെ, നമുക്ക് നേരെ കണ്ടിന്യൂ ചെയ്യാം. ദ ബോൾ സ്വങ് ഇൻ ദ എയർ. ബോൾ എന്ത് ചെയ്തു, വായിലേക്ക് അങ്ങ് പോയി. ഇനിയോ ഷോട്ട് ഓഫ് ദ ഗ്രാസ് ആൻഡ് കെയിം ത്രൂ ഷാർപ്ലി ടു സ്ട്രൈക്ക് രഞ്ജി ഓൺ ഹിസ് പാഡ്സ്. പാഡ് ഇവിടെ ഉദ്ദേശിച്ചത് ഇവൻ്റെ മുട്ടിൽ വെക്കും പാഡ്. ഇപ്പോൾ കൈകളിൽ വെക്കുന്നുണ്ട്. ക്രിക്കറ്റിൽ ഒരു എന്താ പറയുക, നല്ല ശക്തിയേറിയ നല്ല കനമുള്ള ബോളാണല്ലോ. ഇപ്പോൾ സാധാരണ സ്റ്റിച്ച് ബോളൊക്കെയാണ് ഉപയോഗിക്കുക, പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കനമുള്ള ബോളാണ്. സോ ഇതിൽ ഏറ് കൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കണം, അതുപോലെ തന്നെ പാഡ് കൈകളിലും കാലുകളിലും മുട്ടിലൊക്കെ വെക്കണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പ്രൊട്ടക്ഷനോടെ ഇറങ്ങാൻ പറ്റുള്ളൂ. സോ ഇവിടെ ബോൾ പിച്ച് ചെയ്തിട്ട് നേരെ ഇവൻ്റെ പാഡിലേക്കാണ് കൊണ്ടത്. ഓക്കെ, മുട്ടിൽ ഉണ്ടാവും ഈ പാഡ്, ഓക്കെ, ബാറ്റ്സ്മാൻ്റെ. സോ അതിലേക്ക് കൊണ്ടു. സോ LBW എന്ന് പറഞ്ഞാൽ ലെഗ് ബിഫോർ വിക്കറ്റ്. വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് LBW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്മാന് നമ്മുടെ വിക്കറ്റ്, അതായത് സ്റ്റംസിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ കളിക്കുകയാണ്, പ്ലേ ചെയ്യാണ്. ആ സമയത്ത് ബൗളർ ബോൾ ചെയ്തു, ആ ബോൾ പിച്ച് ചെയ്തു, നിലത്ത് കുത്തിയിട്ട് നേരെ വന്നു. ബാറ്റ്സ്മാന് അടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അടിച്ചു, പക്ഷേ ബാറ്റിൽ കൊണ്ടില്ല. എന്നാൽ നേരെ ഇയാളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ടു, പ്രത്യേകിച്ച് ഈ കാൽമുട്ടിലുള്ള പാഡിന് കൊണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആ കാൽമുട്ടിൻ്റെ പാഡ് അവിടെ ഇല്ലെങ്കിൽ ആ ബോൾ നേരെ പോകുന്നത് സ്റ്റെമ്പിലോട്ടാണെങ്കിൽ അതാണ് ലെഗ് ബിഫോർ വിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, LBW, അതായത് കവർ ചെയ്ത് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ബോളെങ്ങാനും പിന്നെ ബാറ്റിൽ കൊണ്ടിറങ്ങി കുഴപ്പമില്ല, ബാറ്റിൽ കൊള്ളാതെ നേരെ പാഡിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടു, പക്ഷേ ഈ പേഡ് ആ സ്ഥാനത്തില്ലെങ്കിൽ നേരെ എന്താണ് വിക്കറ്റിലേക്കാണ് പതിക്കുന്നത് എങ്കിൽ അതാണ് LBW. സോ അത് ഔട്ടാണ്. ഓക്കെ, രഞ്ജി വാക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദ പവലിയൻ. പവലിയൻ അതായത് പ്ലേയേഴ്സൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് അവൻ ഡിജക്റ്റഡ്, നിരാശനായിക്കൊണ്ട് നടന്നു. അപ്പോൾ ഔട്ടായി കഴിഞ്ഞു കേട്ടോ. ദി അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്, നീണ്ടു നിന്നില്ല. അത് ഇവന് ശേഷമുള്ളതൊക്കെ എന്താണ്, ഓക്കെ, ഇനി ബോളേഴ്സാണല്ലോ കൂടുതൽ വരുന്നത്. ആൻഡ് ദ ടീം ലോസ് ദ മാച്ച്. അങ്ങനെ
രഞ്ജി ഔട്ടായതോടുകൂടി മറ്റുള്ളവർ പെട്ടെന്ന് ഔട്ടായി, അങ്ങനെ ടീം തോറ്റുപോയി. ഓൺ ഹിസ് വേ ബാക്ക് ഹോം, രഞ്ജി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് രഞ്ജി പാസ്റ്റ് മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് നെക്സ്റ്റ് ടു ദ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവർ ഇതാ ഒരു മോഡൽ പിക്ചർ കാണിക്കുന്നുണ്ട്, ഇതാണ് ക്ലോക്ക് ടവർ. സോ വീട്ടിലേക്ക് പോകുന്ന വഴി, നിരാശനായിക്കൊണ്ടാണ് പോകുന്നത് രഞ്ജി വീട്ടിലേക്ക് പോകുന്ന വഴി, ക്ലോക്ക് ടവർ ഉണ്ട്, ഇങ്ങനെ വലിയ ക്ലോക്കൊക്കെ ഉള്ള ഈ ടവറിന് അടുത്ത് തന്നെയുള്ള ഒരു സ്പോർട്സ് ഷോപ്പ് ഉണ്ട്. മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പാണ്, അതിൻ്റെ അതിലൂടെയാണ് പോകുന്നത്. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ്. ഇവിടെ ഹോൺസ് എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. ഓക്കെ, ഹോണ്ടേ എന്ന് പറഞ്ഞാൽ എ പ്ലേസ് ഫ്രീക്വൻറ്റഡ് ബൈ എ സ്പെസിഫിക് പേഴ്സൺ. ഒരു വ്യക്തി എപ്പോഴും പോകുന്ന സ്ഥലം ഹോണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവൻ സ്പോർട്സ് ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളാണല്ലോ. സോ മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പിലടക്കം അവൻ പോകും. മിസ്റ്റർ കുമാർ ഹാഡ് ബീൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ്. അപ്പോൾ മിസ്റ്റർ കുമാർ സാധാരണക്കാരനല്ല, ഒരിക്കലും ഒരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ആൻഡ് ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് അഗെയിൻസ്റ്റ് ടാൻസാനിയ. ടാൻസാനിയ ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ്. സോ ഈ ടാൻസാനിയക്കെതിരെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും മിസ്റ്റർ കുമാർ പിന്നെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 100 റൺസ് അടിക്കുമ്പോഴാണ് സെഞ്ചുറി ആവട്ടോ. സോ അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, അപ്പോൾ നല്ല പ്ലെയറാണ്. നൗ ഹി വാസ് ടു ഓൾഡ് ഫോർ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനൊന്നും അത്ര ആരോഗ്യമില്ല, അതിന് കുറച്ച് പ്രായമായി. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നമുക്ക് ക്രിക്കറ്റാണ് ഫുട്ബോളിനെ പിടിച്ചേക്കാൻ കഴിയില്ല, കാരണം ഈ റിഫ്ലെക്സ് കുറയും, ബോള് പിന്നെ റീഡ് ചെയ്യാൻ കഴിയില്ല, അത് പെട്ടെന്ന് നമ്മൾ ഔട്ടാവും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. സോ എന്താണ്, ഇപ്പോൾ റിട്ടയർഡാണ്. ഓക്കെ, ഇനി ബട്ട് ഹി ലൈക്ഡ് എൻകറേജിങ് യങ് പ്ലേയേഴ്സ്. ക്രിക്കറ്റ് കളിക്കുന്നില്ലെങ്കിലും കളിക്കാരെ എന്നിട്ട് എൻകറേജ് ചെയ്യാൻ കുമാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. സോ കുമാറിന് ഉറപ്പാണ് രഞ്ജിക്ക് നല്ല പ്ലെയർ ആവാൻ സാധിക്കുമെന്നുള്ളത്. ആസ് ഗുഡ് ആസ് ഇന്ത്യസ് ഫേമസ് പ്ലേയേഴ്സ്. ഇന്ത്യയുടെ ഫേമസ് ആയ പ്ലേയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതുപോലെ രഞ്ജിക്കും ഫേമസ് ആയ പ്ലെയർ ആകാൻ കഴിയുമെന്നാണ് കുമാർ വിശ്വസിക്കുന്നത്. ഹി ജസ്റ്റ് ലവ്ഡ് ടു സ്റ്റെയർ അറ്റ് മിസ്റ്റർ കുമാർസ് ഗുഡ്സ്. അതായത് രഞ്ജിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമാറിൻ്റെ കടയിൽ പോയിട്ട് അവിടുത്തെ ആ ഗുഡ് സാധനങ്ങളൊക്കെ നോക്കുക. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ക്രിക്കറ്റ് ബാറ്റ്സ് ഉണ്ട്, ബോൾസ് ഉണ്ട്, ബാഡ്മിൻ്റൺ കളിക്കുന്ന റാക്കറ്റ്, ഇതിൻ്റെ പ്രത്യേക ബാറ്റ് ഉണ്ട്, ഹോക്കി സ്റ്റിക്ക് ഉണ്ട്, ഹോക്കി കളിക്കുമ്പോൾ വടി. ബട്ട് ടുഡേ ഹി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ് ഇൻ. ഇന്ന് അവൻ്റെ ടീം തോറ്റ ദിവസമാണ്, രഞ്ജിയുടെ ടീം ക്രിക്കറ്റിൽ തോറ്റ ദിവസമാണ്. രഞ്ജിക്ക് പൊതുവെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്, ഇന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ്, സ്വാഭാവികമാണ് അല്ലേ. ഇപ്പോൾ എല്ലാ കളിയിലും ഇപ്പോൾ മെസ്സി ഗോൾ അടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്താണ്, ചില കളികളിലൊക്കെ എന്താണ് ഒന്ന് ബാക്കിലാവും പോകും അല്ലേ. ഇപ്പോൾ എല്ലാ കളിയിലും മെസ്സിയോ റൊണാൾഡോയോ സ്കോർ ചെയ്യുന്നില്ല, എല്ലാ കളിയിലും എന്താ പറയുക കോഹ്ലി സെഞ്ചുറി അടിക്കുന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. സോ അതുപോലെ ഇവരിത് പിന്നെ നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. സോ അത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുകൊണ്ട് കുമാറിൻ്റെ കടയിൽ പോകാൻ അതിനൊന്നും പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും അവനുണ്ടായിരുന്നില്ല. അപ്പോൾ വിളിച്ച് ചോദിക്കുകയാണ് കുമാർ അങ്ങോട്ട്, രഞ്ജി where are you running off to? എവിടേക്കാണ് വേഗത്തിൽ പോകുന്നത്? റണ്ണിങ് ഓഫ് ടു, വേറെ എടുക്കത്തിൽ ധൃതിയിൽ എങ്ങോട്ടാണ് പോകുന്നത്? മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്ഡ് ഹിം. ജോവിയൽ എന്ന് പറഞ്ഞാൽ ചിയർഫുൾ. കുമാർ ഫുൾ ഹാപ്പി ആയിട്ടുള്ള ആളാണ്. സോ ആ ജോവിയൽ വോയിസ് ഇയാളെ നിർത്തി, അതായത് ഇവനെ നിർത്തി. അതായത് ഇത് കേട്ടു കുമാർ ചോദിക്കുക, ഇവങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ രഞ്ജി പെട്ടെന്ന് പോയപ്പോൾ കുമാർ ചോദിക്കണം എങ്ങോട്ടാണ് ധൃതിയിൽ പോകുന്നത്. സോ അവനവിടെ നിന്നു. ഹി വാക്ക്ഡ് സ്ലോലി ഇൻ ടു ദ ഷോപ്പ്. പതുക്കെ അവൻ ഷോപ്പിലേക്ക് നടന്നു വന്നു. വാട്ട്സ് റോങ് വിത്ത് യു? യു ലുക്ക് സോ മൗൺഫുൾ. മൗൺഫുൾ മീൻ ഇവിടെ സാഡ്, ഭയങ്കര സാഡാണല്ലോ, എന്ത് പറ്റിയെന്ന് കുമാർ ഇവനോട് ചോദിക്കുകയാണ്. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചിയർഫുള്ളി ആസ് യൂഷ്വൽ. എപ്പോഴും എന്താണ് യൂഷ്വലി എങ്ങനെയാണ്, കുമാർ ഭയങ്കര ചിയർഫുള്ളാണ്, ഹാപ്പിയാണ്. സോ ഇപ്പോഴും അങ്ങനെ തന്നെ ചോദിച്ചു. ഓ നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. ഡക്ക് മീൻസ് ഒറ്റ റൺസും എടുക്കാതെ ഔട്ടാകുന്നതിനാണ് ക്രിക്കറ്റിൽ ഡക്ക് എന്ന് പറയട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡൻ ഡക്ക് ഉണ്ട്, ഒന്നാമത്തെ ബോളിൽ തന്നെ ഔട്ടായി കഴിഞ്ഞാൽ ഗോൾഡൻ ഡക്ക് എന്നും പറയും. സോ കണ്ടിന്യൂ ചെയ്യാം. രഞ്ജി ട്രൈഡ് ടു ചിയർ ഹിംസെൽഫ് അപ്പ്. അങ്ങനെ രഞ്ജി എന്താണ് സ്വയം ഇങ്ങനെ ഒന്ന് ഉഷാറാവാൻ നോക്കി. ഉഷാറാവെന്ന് പറഞ്ഞാൽ ആ പിന്നെ എന്താ പറയുക, ആ ഒരു വിഷമം മാറ്റാൻ നോക്കി. ഹി വെൻറ്റ് ഓൺ ടു ടെൽ മിസ്റ്റർ കുമാർ അബൌട്ട് ദ മാച്ച്. അങ്ങനെ രഞ്ജി അന്നത്തെ മാച്ചിനെ കുറിച്ച് കുമാറിനോട് പറഞ്ഞു. അപ്പോൾ കമോൺ ലെറ്റ് മീ ഷോ യു സംതിങ്. അപ്പോൾ കുമാർ വിളിച്ചു, വാ നമുക്കൊരു സാധനം കാണിച്ചു തരാം. മിസ്റ്റർ കുമാർ ലെഡ് രഞ്ജി ടു ദ ഇന്നർ റൂം ഓഫ് ദ ഷോപ്പ് വെൻ ഹി ഹാഡ് ഫിനിഷ്ഡ്. സോ ഇവൻ സംസാരിച്ച് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു, കുമാർ രഞ്ജിയെ കൂട്ടിയിട്ട് ഇവൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി, ഉള്ളിൽ പ്രത്യേക ഏരിയയിലേക്ക് പോയി. Puzzled, confused, Renji followed Mr. Kumar through the curtained
പാർട്ടീഷൻ ഓഫ് ദ ബാക്ക് ഓഫ് ദ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ബാക്കിൽ ഉള്ളിലൂടെ കയറിയാൽ തന്നെ എന്താണ് കർട്ടൻ ഇട്ടുകൊണ്ട് പാർട്ടീഷൻ 2 ഭാഗമാക്കിയ സ്ഥലമുണ്ട്. അത് പൊതുവെ എന്താണ് യാത്രക്കാർ അങ്ങോട്ട് കാണൂല, അല്ലെങ്കിൽ ഷോപ്പിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ് ഇത് കാണൂല. ഇവനൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. സോ ഇവൻ ആകെ പസിൽഡായി, കൺഫ്യൂസ്ഡായി അങ്ങനെ ഇത് കണ്ടപ്പോൾ. സോ അങ്ങോട്ട് പോവാണ്. ഹി ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ ബാഡ്ലി ലിറ്റ് റൂം. ബാഡ്ലി ലിറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ വെളിച്ചമില്ലാത്ത ഒരു റൂമാണ്. സ്റ്റാക്ഡ് ടു ദ സീലിംഗ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഓൾഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡ് സ്പോർട്ടിംഗ് ഗുഡ്സ്. അപ്പോൾ അതിനുള്ളിൽ പോയപ്പോൾ കണ്ട കാഴ്ച സ്റ്റാക്ട് നിറച്ചിട്ടുണ്ട്. ഇതാ പിന്നെ സീലിംഗ് മുട്ടുന്ന വരെ എന്താ ആകെ ഒന്നായിട്ട് പഴയ ക്രിക്കറ്റ് ബാറ്റും മറ്റു സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടിട്ടുണ്ട്. ടോൺ ഫുട്ബോൾ ബ്ലാഡേഴ്സ് ഫുട്ബോൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ ബോയ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ കാറ്റ് നമ്മൾ അടുക്കുമ്പം ഈ ബ്ലാഡറിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. എൻ്റെ പുറമെയുള്ള തൊലിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് കേട്ടോ. മിക്കവാറും ഒരു ഓറഞ്ച് കളറിലാണ് ഉണ്ടാവാറുള്ളത്. സോ ഫുട്ബോൾ ബ്ലാഡേഴ്സ് അവിടെയുണ്ട്. ബ്രോക്കൺ ബാറ്റ്സ്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. റാക്കറ്റ് ഉണ്ട് വിത്തൗട്ട് സ്ട്രിങ്, അതായത് നമ്മുടെ ഈ ബാഡ്മിൻ്റനും അതുപോലെ തന്നെ ടെന്നീസിനൊക്കെ കളിക്കുന്ന ബാറ്റുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സ്ട്രിങ്സ് വള്ളിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, ഇല്ല. ബ്രോക്കൺ ഡാർട്സ് ആൻഡ് ടാക്റ്റഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്. സോ ഡാർട്ടിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഡാർട്സ്. ഇങ്ങനെ പൊട്ടിയ ഡാർട്സ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നതാണ്, ഗെയിമിൽ വരുന്നതാണ്. ആൻഡ് ടാക്റ്റഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്, ബാഡ്മിൻ്റൺ നമ്മുടെ ഷട്ടിൽ കളിക്കൂല അതിൻ്റെ നെറ്റൊക്കെ കീറി പറയുന്നത്. അങ്ങനെ പഴയ സ്പോർട്സ് ഉപകരണങ്ങളാണ് ആ റൂമിൽ മുഴുവനുള്ളത്. മിസ്റ്റർ കുമാർ ബിഗാൻ എക്സാമിനിങ് എ നമ്പർ ഓഫ് ഓൾഡ് ക്രിക്കറ്റ് ബാറ്റ്സ്. അപ്പോൾ അവിടെ ഒരുപാട് പഴയ ക്രിക്കറ്റ് ബാറ്റ്സ് ഉണ്ട് ആ കൂട്ടിയിട്ടതിൽ. അതൊക്കെ എന്താണ് ഇങ്ങനെ നോക്കുകയാണ് മിസ്റ്റർ കുമാർ. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം, ഹീ സെഡ് ആൻഡ് പിക്ഡ് അപ്പ് വൺ ഓഫ് ദ ബാറ്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ടു ഔട്ട് ടു രഞ്ജി. ഒരു പഴയ ബാറ്റ് എടുത്തിട്ട് രഞ്ജിയുടെ നേരെ, പഴയ ബാറ്റ് എടുത്തിട്ട് രഞ്ജിയുടെ നേരെ കൊടുത്തു. This is it, he said. ഇതാണ്. This is the luckiest of all my old bats. എൻ്റെ പഴയ ബാറ്റിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ബാറ്റ് ഇതാണ്. This is the bat I made a century with. ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ സെഞ്ചുറി അടിച്ചത്. ടാൻസാനിയക്കെതിരൊക്കെ സെഞ്ചുറി അടിച്ച ബാറ്റാണ്. സോ ഇതൊരു ലക്കി ബാറ്റാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഓൾഡ് ബാറ്റ്. ഇതൊരു പഴയ ബാറ്റാണ്. ബട്ട് ഇറ്റ് ഹാസിൻ ലോസ്റ്റ് എനി ഓഫ് ഇറ്റ്സ് മാജിക്. പഴയ ബാറ്റാണ്, പക്ഷെ ഇതിൻ്റെ മാജിക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. സെഡ് മിസ്റ്റർ കുമാർ പറഞ്ഞു. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബാറ്റ് കുമാർ രഞ്ജിക്ക് കൊടുത്തു. ഹിയർ ടേക്ക് ഇറ്റ്, ഇത് നീ എടുത്തോ. ഐ ലെൻഡ് ഇറ്റ് ടു യു, ഞാനിത് നിനക്ക് കടം തരാം. കടം തരാം ഇറ്റ് യു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്രിക്കറ്റ് സീസൺ. ഈ ക്രിക്കറ്റ് സീസൺ മുഴുവൻ നീ ഇത് ഒഴിച്ച് കളിച്ചോ. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. നീ ഒരിക്കലും ഇത് വെച്ച് നീ പരാജയപ്പെടില്ല. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, നീ നിന്നെ നോക്കിയാൽ മതി, നീ നന്നായിട്ട് കളിച്ചാൽ മതി. ഓക്കെ. Renji took the bat and gazed at it with awe and delight. Renji took the bat, a bat എടുത്തു, എന്നിട്ട് gazed, നോക്കി, with awe. ഇവിടെ റെസ്പെക്റ്റ് ആണ് കേട്ടോ, ഭയങ്കര അഡ്മിറേഷൻ. കാരണം ഇതൊരു ലക്കി ബാറ്റ് ആണല്ലോ, ഇത് വെച്ചുകൊണ്ട് ഈ അദ്ദേഹം സെഞ്ചുറി അടിച്ചതാ. ആൻഡ് ഡിലൈറ്റ്, സന്തോഷിച്ചു. ദ മാജിക് ബാറ്റ് സീംഡ് ടു ചേഞ്ച് രഞ്ജീസ് ലക്ക്. അങ്ങനെ ആ മാജിക് ബാറ്റ് വെച്ച് കളിച്ചപ്പോൾ രഞ്ജിയുടെ കളിയെല്ലാം നന്നായി. ദ നെക്സ്റ്റ് സാറ്റർഡേ, പിറ്റേ ആഴ്ച, ഹി സ്കോർഡ് 58 റൺസ്. ഒരു 50 അടിച്ചു, 58 റൺസ് എടുത്തു. ആൻഡ് ലെഡ് ഹിസ് സ്കൂൾ ടു വിക്ടറി അഗെയിൻസ്റ്റ് ദ റൈവൽ ഓപ്പോസിറ്റ്, എതിരാളികൾ. സോ എതിരാളി ടീമിനെതിരെ 58 റൺസ് അടിച്ച് ഇവൻ ടീമിനെ വിജയിപ്പിച്ചു. ഓൺ ഹിസ് വേ ഹോം, അവൻ വീട്ടിലേക്ക് പോകുന്ന വഴി, രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് മിസ്റ്റർ കുമാർസ് ഷോപ്പ്. കുമാറിൻ്റെ ഷോപ്പിൻ്റെ അരികിലൂടെയാണ് പോകുന്നത്. സോ അവിടെ നിന്നു ടു ഗിവ് ഹിം ദ ഗുഡ് ന്യൂസ്. ആ നല്ല വാർത്ത പറഞ്ഞു. വി വൺ, ഞങ്ങൾ വിജയിച്ചു. ഹി സെഡ് ആൻഡ് ഐ മേഡ് 58, മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. എൻ്റെ ഏറ്റവും മികച്ച സ്കോർ 58ആണ്. അത് ഞാൻ ഈ ബാറ്റ് വെച്ചുകൊണ്ടാണ് അടിച്ചത്. ഇറ്റ് റിയലി ഈസ് എ ലക്കി ബാറ്റ്. അപ്പോൾ കുമാർ പറഞ്ഞ പോലെ തന്നെ രഞ്ജി പറഞ്ഞു, ഇത് ഒരു ലക്കി ബാറ്റാണ്. സോ ഐ ടോൾഡ് യു, സെഡ് മിസ്റ്റർ കുമാർ. സോ ഞാൻ പറഞ്ഞില്ലേ, മിസ്റ്റർ കുമാർ പറഞ്ഞു. ഗിവിങ് രഞ്ജി എ വാം ഹാൻഡ് ഷേക്ക്, ഒരു നല്ല ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഹസ്തദാനം കൊടുത്തു. ദർ വിൽ ബി ബിഗർ സ്കോർസ് യെറ്റ്, ഇനി വലിയ സ്കോർ ഇതിലും വലുത് വരും, 58 മുകളിൽ വരും എന്ന് പറഞ്ഞു. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻ. പക്ഷേ എന്തോ ഒന്ന് അപ്രതീക്ഷിതമായ കാര്യം സംഭവിച്ചു. ആഫ്റ്റർ വൺ ഓഫ് ദ നെക്സ്റ്റ് മാച്ചസ്, കുറച്ച് മാച്ചിന് ശേഷം, രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീംമേറ്റ്സ് ബീം ഹു വാസ് ഇൻജുവേർഡ് ഡ്യൂറിങ് ദ മാച്ച് ടു ദ ഹോസ്പിറ്റൽ. സംഗതി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കുറച്ച് മാച്ചസിന് ശേഷം രഞ്ജിയുടെ കൂടെ കളിക്കുന്ന ഭീം, അവൻ്റെ ടീംമേറ്റാണ്, അവന് അസുഖം, ഇവന് ഇഞ്ചുറി വന്നു, മുറിവ് എന്തെങ്കിലും വന്നു കളിക്കുന്ന സമയത്ത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അതാണ് ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീംമേറ്റ്സ് ഭീം ഹു വാസ് ഇൻജുവേർഡ്, അവന് മുറിവ് വന്നു ഡ്യൂറിങ് ദ മാച്ച് ടു ദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു ഭീമിനെ.
ഇൻ ഹിസ് ആങ്സൈറ്റി അബൌട്ട് ഭീം, ആങ്സൈറ്റി ഉൾക്കണ്ട, സോ ഭീമിനെ കുറിച്ചുള്ള ആ ഒരു ആങ്സൈറ്റി കൊണ്ട് ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദ ബസ്, ബസ്സിലാണ് പോയത്, പക്ഷേ പിന്നെ ബാറ്റിനെ കുറിച്ച് മറക്കുകയും, കാരണം ഭീമിനെ കുറിച്ചായിരുന്നു ചിന്ത, അവന് പരിക്ക് പറ്റിയല്ലോ, സോ അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ബാറ്റ് ബസ്സിൽ മറന്നു വെച്ച് പോയി. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം, വീട്ടിലെത്തിന് ശേഷമാണ് അവന് അതിനെക്കുറിച്ച് ഓർത്തത്. ഹി കുഡിൻ റിമെമ്പർ വിച്ച് ബസ് ഹി ഹാഡ് ട്രാവൽഡ് ഇൻ, ഏത് ബസ്സിലാണ് പോയതെന്നും അവന് ഓർമ്മയില്ല. ദ മാജിക് ബാറ്റ് വാസ് ലോസ്റ്റ്, ആ ബാറ്റ് നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ, പിറ്റേ ദിവസം, ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ്, അങ്ങനെ എന്ത് ചെയ്തു, രഞ്ജി കുമാറിൻ്റെ ഷോപ്പിൽ പോയി. ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്, അങ്ങനെ വിഷമായി. വാട്ട്സ് ദ മാറ്റർ ആസ്ക്ഡ് മിസ്റ്റർ കുമാർ, കുമാർ ചോദിച്ചു എന്താ പ്രശ്നം. ഐ ഹവ് ലോസ്റ്റ് ദ ബാറ്റ്, എനിക്ക് ബാറ്റ് നഷ്ടപ്പെട്ടു. സെഡ് രഞ്ജി, യുവർ ലക്കി ബാറ്റ്, നിങ്ങളുടെ ആ ലക്കി ബാറ്റാണല്ലോ, ഞാൻ ഒരുപാട് റൺസ് സ്കോർ ചെയ്ത ആ ബാറ്റ്, നിങ്ങൾ ഒരുപാട് റൺസ് സ്കോർ ചെയ്ത ആ ബാറ്റ് നഷ്ടപ്പെട്ടു. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്, ആ ബാറ്റ് വെച്ചാണ് ഞാൻ ഈ റൺസ് എല്ലാം അടിച്ചു കൂട്ടിയത്. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ബസ്, ഞാനത് ബസ്സിൽ വെച്ച് മറന്നുപോയി. ആൻഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ, മറ്റന്നാൾ ഞങ്ങൾ ഡൽഹി സ്കൂളായിട്ട് കളിക്കുന്നുണ്ട്. വിത്തൗട്ട് യുവർ ബാറ്റ് ഐ വിൽ ബി ഔട്ട് ഫോർ എ ഡെക്ക്, എനിക്ക് ഉറപ്പാണ് വീണ്ടും പഴയ പോലെ ഞാൻ 0-ന് പുറത്താവും, ഡെക്കാവും ആ ബാറ്റില്ലെങ്കിൽ. ആൻഡ് വി ലൂസ് അവർ ചാൻസ് ഓഫ് ബീങ് ദ സ്കൂൾ ചാമ്പ്യൻ, സ്കൂൾ ചാമ്പ്യൻ ആവാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെടും. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആങ്ഷ്യസ് അറ്റ് ഫസ്റ്റ്, ആദ്യം മിസ്റ്റർ കുമാർ കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് കാണപ്പെട്ടു. ദെൻ ഹി സ്മൈൽഡ്, എന്നിട്ട് പുഞ്ചിരിച്ചു. ആൻഡ് എന്നിട്ട് പറഞ്ഞു, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്, നിനക്ക് ആവശ്യമുള്ള റൺസ് ഒക്കെ എന്നാലും നിനക്ക് അടിക്കാൻ കഴിയും എന്ന് കുമാർ രഞ്ജിയോട് പറഞ്ഞു. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനിമോർ സെഡ് രഞ്ജി, പക്ഷേ കുമാർ പറഞ്ഞപ്പോൾ രഞ്ജി പറയാണ്, എനിക്ക് ആ മാജിക് ബാറ്റ് എൻ്റെ കയ്യിലില്ല, പിന്നെ എങ്ങനെ എനിക്ക് റൺ സ്കോർ ചെയ്യാൻ പറ്റും. എനി ബാറ്റ് വിൽ ഡു, അതിന് ഏത് ബാറ്റ് മതി, മാജിക് ബാറ്റ് തന്നെ വേണമെന്നില്ല. മിസ്റ്റർ കുമാർ റിപ്ലൈ, കുമാർ പറഞ്ഞു, വാട്ട് യു മീൻ, എന്താ നിങ്ങൾ പറയണത്. അപ്പോൾ കുമാർ പറയാം, ഐ മീൻ ഇറ്റ്സ് ദ ബാറ്റ്സ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്, ബാറ്റ്സ്മാൻ ആണ്, ബാറ്റ് ചെയ്യുന്ന ആളാണ്, അയാളുടെ പെർഫോമൻസ് ആണ്, അല്ലാതെ ബാറ്റ് അല്ല കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഷാൾ ഐ ടെൽ യു സംതിങ്, ഞാനൊരു കാര്യത്തോട് പറയട്ടെ. ദാറ്റ് ഓൾഡ് ബാറ്റ് ഐ ഗേവ് യു വാസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ് ഐ ഹാവ് യൂസ്ഡ്, ഞാൻ നിനക്ക് തന്ന ആ പഴയ ബാറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഉപയോഗിച്ച മറ്റു ബാറ്റിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. എന്ന് വെച്ചാൽ അതൊരു മാജിക് ബാറ്റ് ഒന്നും അല്ല, നിന്നോട് വെറുതെ പറഞ്ഞതാണ്. ട്രൂ, ഐ മേഡ് ലോട്ട്സ് ഓഫ് റൺസ് വിത്ത് ഇറ്റ്, ശരിയാണ്, സത്യമാണ്, ഞാനത് വെച്ചുകൊണ്ട് റൺസൊക്കെ ഒരുപാട് സ്കോർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ മേഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു, ആ ബാറ്റ് വെച്ച് മാത്രമല്ല മറ്റു പല ബാറ്റ് വെച്ചുകൊണ്ടും ഞാൻ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡഡ് ഓൺ എ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്, ഞാൻ ഒരു ബാറ്റിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് റൺസിന് വേണ്ടി, ഞാൻ ഏത് ബാറ്റ് കൊണ്ടും കളിക്കും, അല്ലാതെ ബാറ്റിനായിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു പ്രത്യേകത ഒന്നുമില്ല. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്, ബാറ്റ്സ്മാന് മാജിക് ഉണ്ടാകുമ്പോൾ ബാറ്റിലും മാജിക് ഉണ്ടാവും. നീ നന്നായിട്ട് കളിച്ചാൽ ആ ബാറ്റ് എന്താവും, ആ കളിക്കുന്ന ബാറ്റ് മാജിക് ബാറ്റ് ആവും, നന്നായിട്ട് റൺസ് സ്കോർ ചെയ്യും. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് നിനക്ക് വേണ്ടത്, നോട്ട് എ ബാറ്റ്, ബാറ്റ് അല്ല. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദാറ്റ് ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്, ആ ബാറ്റിൽ നീ വിശ്വസിച്ചപ്പോൾ നിനക്ക് കോൺഫിഡൻസ് കിട്ടി, അതിനുവേണ്ടി ഞാൻ കളിച്ച ട്രിക്കാണത്. വാട്ട്സ് കോൺഫിഡൻസ്, അപ്പോൾ എന്താ കോൺഫിഡൻസ്, ആസ്റ്റ് രഞ്ജി, എന്താ ആത്മവിശ്വാസം, രഞ്ജി ചോദിക്കുക. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം, രഞ്ജിക്ക് അതൊരു പുതിയ വേർഡായിരുന്നു. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആത്മവിശ്വാസം എന്താണെന്ന് അറിയാം, പക്ഷെ രഞ്ജിക്ക് അത് പുതിയ വേർഡായിരുന്നു. സോ അത് കുമാർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കോൺഫിഡൻസ്, മുറിച്ച് പറയാം. സെഡ് മിസ്റ്റർ കുമാർ സ്ലോലി, പതുക്കെ പറഞ്ഞു. കോൺഫിഡൻസ് ഈസ് നോയിങ് യു ആർ ഗുഡ്, നിങ്ങൾ ഓക്കെയാണ്, ഗുഡാണ് എന്ന് അറിയുന്നത് തന്നെയാണ് കോൺഫിഡൻസ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്, ചോദിക്കുക രഞ്ജി ചോദിക്കുകയാണ്, ഈ ബാറ്റ് ഇല്ലാതെയോ എനിക്ക് ഗുഡാവാൻ കഴിയുമോ? ഓഫ് കോഴ്സ്, യു ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്, നീ എല്ലായ്പ്പോഴും നല്ലതായിരുന്നു, നല്ല പ്ലെയറാ. യു ആർ ഗുഡ് നൗ, ഇപ്പോഴും നല്ലതാ. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ടു, മറ്റന്നാൾ നീ ഗുഡ് ആവും. സോ യെസ്റ്റർഡേയും ഇന്നും ഇനി നാളെയും ഒക്കെ എന്താണ്, നീ ഗുഡ് തന്നെയാണ്. റിമെമ്പർ ദാറ്റ്, ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്, ഓർക്കണം, ഈ കാര്യം നീ ഓർത്ത് കഴിഞ്ഞാൽ നിനക്ക് റൺസ് സ്കോർ ചെയ്യാൻ കഴിയും. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, ഒന്ന് ശ്രമിക്ക്. So on Saturday, Renji walked to the wicket with a bat borrowed from Beam. So ബീമിൻ്റെ കയ്യിൽ നിന്നും ബോറോ ചെയ്ത ഒരു ബാറ്റും കൊണ്ടാണ് ശനിയാഴ്ച രഞ്ജി കളിക്കാൻ പോയത്. The school team had lost its first wicket with only 2 runs on the board. അങ്ങനെ ടോട്ടൽ റൺസ് 2 റൺസ് മാത്രമായപ്പോൾ സ്കൂൾ ടീം, അതായത് രഞ്ജിൻ്റെ
സ്കൂൾ ടീമിലെ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഔട്ടായി. രഞ്ജി വെന്റ് ഇൻ അറ്റ് ദി സ്റ്റേജ്. ഈ സമയത്ത് 1 ഡൗൺ ആയിട്ടാണ് രഞ്ജി ബാറ്റ് ചെയ്യാൻ പോയത്. ദ ഡൽഹി സ്കൂൾസ് ഓപ്പണിംഗ് ബൗളർ വാസ് സെൻഡിങ് ഡൗൺ സം റിയലി ഫാസ്റ്റ് വൺസ്. അപ്പോൾ ഡൽഹി സ്കൂളാണ് ഓപ്പോസിറ്റ്. സോ അതിൻ്റെ ഓപ്പണിംഗ് ബൗളർ നല്ല പ്ലെയറാണ്. സോ നല്ല ഫാസ്റ്റായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. രഞ്ജി ഫേസ്ഡ് അപ്പ് ടു ഹിം. അവനെ നന്നായിട്ട് നേരിട്ടു. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ്. ഒന്നാമത്തെ ബോള് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ ഓൺ എ ഗുഡ് ലെങ്ത്. പക്ഷേ ആ ലെങ്ത് അതിൻ്റെ ഒരു പിച്ച് ചെയ്ത് വരുന്നത് എന്തല്ല, ഒരു നല്ല ബോളായിരുന്നില്ല. ക്വിക്ക് ഓൺ ഹിസ് ഫീറ്റ്, രഞ്ജി സ്റ്റെപ്ഡ് ബാക്ക് ആൻഡ് പുൾഡ് ഇറ്റ് ഹാർഡ് ടു ദ ലോങ് ഓൺ ബൗണ്ടറി. ലോങ് ഓണിലൂടെ ബൗണ്ടറിയിലേക്ക് അടിച്ച് അത് ഫോർ അടിക്കുകയാണ് രഞ്ജി ചെയ്തത്. രഞ്ജി അത് നന്നായിട്ട് ആ ഫാസ്റ്റ് ബോളിനെ നേരിട്ടു. ദ ബോൾ സോഡ് ഓവർ ദ ഹെഡ്സ്. സോഡ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പറന്നു. ഓവർ ദ ഹെഡ്സ്, തലക്ക് മുകളിലൂടെ, ഓഫ് ദ ഫീൽഡേഴ്സ് ആൻഡ് ലാൻഡഡ് വിത്ത് എ ക്രാഷ് ഇൻ എ ക്രേറ്റ് ഫുൾ ഓഫ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്. ക്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ്. ആ നമ്മുടെ വെള്ളം, ബോട്ടിൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കുന്ന ക്രേറ്റ്, ബോട്ടിലൊക്കെ വെക്കുന്ന കേസ്, അതാണ് ക്രേറ്റ്. അതിലൊക്കെ കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. അതിന്മേ പോയിട്ട് അങ്ങോട്ട് ക്രാഷ് അടിച്ച് അയിമക്കോട്ട് വന്നിട്ട് ബോൾ അങ്ങോട്ട് പിച്ച് എന്നാണ് പറഞ്ഞത്. അമ്മാതിരി ഒരു 6 അങ്ങോട്ട് അടിച്ചു ഇവന്. നല്ല ഒരു വലിയ 6 അങ്ങോട്ട് അടിച്ചു. ദ ബോൾ സോഡ് ഓവർ ദ ഹെഡ്സ് ഓഫ് ദ ഫീൽഡേഴ്സിന് മുകളിലൂടെ ബോൾ അങ്ങ് പോയി അവിടെ പതിച്ചു. എ 6. എവ്രി വൺ സ്റ്റുഡ് അപ്പ് ആൻഡ് ചിയേർഡ്. അതൊരു സിക്സർ ആയിരുന്നു. 6 റൺസ് ആയിരുന്നു അതിന് കിട്ടിയത് ആ ഒരു ഹിറ്റിൽ. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജിസ് വണ്ടർഫുൾ ഇന്നിങ്സ്. അതൊരു അടിപൊളി ഇന്നിങ്സ്, നല്ലൊരു ബാറ്റിംഗ് ഇതായിരുന്നു. അടിപൊളി ഇന്നിങ്സിൻ്റെ തുടക്കമായിരുന്നു ആ 6. പിന്നെ അങ്ങോട്ട് ഇവനെ പിടിച്ചാൽ കിട്ടില്ല. അടിപൊളി കളി. ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. ആ കളി ഒരു സമനിലയാണ് അവസാനിച്ചത്. ബട്ട് രഞ്ജീസ് ഡ്രോ എന്ന് പറഞ്ഞ സമനില കേട്ടോ. ബട്ട് രഞ്ജീസ് 75 വാസ് ദ ടോക്ക് ഓഫ് ദി സ്കൂൾ. അപ്പം രഞ്ജി 75 റൺസ് സ്കോർ ചെയ്തു കേട്ടോ ആ കളിയിൽ. സോ അത് സ്കൂളിൽ ആകെ സംസാര വിഷയമായി. അത്ര അടിപൊളി ഇന്നിങ്സ് ആയിരുന്നത്. ഓൺ ഹിസ് വേ ഹോം, അവൻ വീട്ടിലേക്ക് വന്നപ്പം ഹി ബോട്ട് എ ഡസൻ ലഡൂസ്. 1 ഡസൻ ലഡൂസ്, 12 ലഡൂസ് അവൻ വാങ്ങി. 6 ഫോർ ഹിസ് നെയ്ബർ കോക്കി. അപ്പോൾ നല്ലൊരു ഇന്നിങ്സ് ആണല്ലോ കാഴ്ചവെച്ചത്. നല്ലൊരു ഗെയിമായിരുന്നു അവന്. സോ അതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് 12 ലഡു വാങ്ങി. 6 അവൻ്റെ നെയ്ബർ കോക്കിക്കും ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാറും. കുമാറിൻ്റെ മോട്ടിവേഷനാണല്ലോ ഇവൻ ഇതാക്കിയത്. സോ 6 ലഡു കുമാറിന് കൊടുക്കാനും അവൻ മാറ്റിവെച്ചു. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്.